ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ മുരിങ്ങയില കൊണ്ടൊരു തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. മുരിങ്ങയില തോരൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഇത് ഇലകൾ തമ്മിൽ ഒട്ടിച്ചേർന്ന് അരപ്പ് പിടിക്കാതെ ഇരിക്കും. അങ്ങനെ അല്ലാതെ നല്ലൊരു മുരിങ്ങയില തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ മുരിങ്ങയില തണ്ടോടുകൂടി കഴുകി എടുത്തിട്ടുണ്ട്. മുരിങ്ങയിലയിൽ വെള്ളം പിടിക്കില്ല, കഴുകി ഒന്ന് കുടഞ്ഞു കളഞ്ഞാൽ മതി, ആ വെള്ളമെല്ലാം പോകും. അതിനെ ഞാൻ ഇറുത്തെടുത്തിട്ടുള്ളതാണിത്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു പിടി തേങ്ങയും അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ജീരകം, ഒരല്ലി വെളുത്തുള്ളി, ഇത്രയും സാധനം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഉഴുന്നാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഉഴുന്നു പരിപ്പോ ഉഴുന്നോ കയ്യിലുള്ള ഏതാണോ ഇട്ട് കൊടുക്കുക. ഉഴുന്ന് നല്ല ചുവന്ന് വരുവോളം മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഉടനെ തന്നെ നമുക്ക് ഇളക്കി യോജിപ്പിക്കണം. അരപ്പിട്ടാൽ ഉടനെ തന്നെ ഇലയും അരപ്പും എല്ലാം കൂടെ നന്നായി അങ്ങ് ഇളക്കി യോജിപ്പിക്കണം. മുരിങ്ങയില എണ്ണയിൽ കിടന്ന് വെന്ത് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിരിക്കും. അതുകൊണ്ട് അരപ്പ് പിടിക്കില്ല പിന്നീട്. അതുകൊണ്ട് ഉടനെ തന്നെ ഇത് നന്നായി അങ്ങ് ഇളക്കി യോജിപ്പിക്കുക. ഇല ഇടുന്ന സമയത്ത് ഫ്ലെയിം ലോയിൽ വയ്ക്കാൻ ശ്രമിക്കുക. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരടപ്പ് കൊണ്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ചെറിയൊരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് വേവിക്കാം. മുരിങ്ങയിലേക്കൊന്നും അത്ര വേവില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇവിടെ മുരിങ്ങയില റെഡിയായിട്ടുണ്ട്. മുരിങ്ങയില തോരൻ റെഡിയായിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി ഇപ്പോൾ ഇലകളൊന്നും തന്നെ പറ്റിപ്പിടിച്ചിരിക്കുന്നില്ല. മറ്റേ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇലകൾ ഇങ്ങനെ എല്ലാം കൂടെ ഒരുമാതിരി കൂടിയിരിക്കും. ഇലകളെല്ലാം കൂടെ കൂട്ടം കൂടി ഇങ്ങനെ ചേർന്നിരിക്കും. ഇതാ ഒന്നൊന്നായി വേറെ വേറെ ആയി തന്നെ കിടക്കുന്നു. നിങ്ങൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.